പോറ്റിയെ കയറ്റിയവർ തന്നെ പോറ്റിയെ ഇറക്കിയോ? ഇതാണ് സമകാലിക കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങി. 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായ ജാമ്യത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അർഹതയുണ്ട്. അതനുസരിച്ച് ജാമ്യം ലഭിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ മറ്റ് 3 പേര് പുറത്തിറങ്ങി. മുരാരി ബാബു അടക്കം 3 പേര് പുറത്തിറങ്ങി. 4ാമത്തെ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെ സ്വാഭാവിക ജാമ്യം കിട്ടി ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങുകയും ഈ കേസ് അനന്തകാലത്തോളം നീളുകയും ചെയ്താൽ ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങുമെത്താതെ അവസാനിക്കുമോ എന്നാണ് ഈശ്വരവിശ്വാസികളുടെ അയ്യപ്പ ഭക്തന്മാരുടെ ആശങ്ക. ഹൈക്കോടതി എന്തായാലും ഈ ആശങ്ക ഗൗരവമായി എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹൈക്കോടതി ഇന്ന് നടത്തിയ ചില നിരീക്ഷണങ്ങളാണ്. ഈ കേസ് ദേവസ്വം ബെഞ്ചിലാണ് കേൾക്കുന്നത്. നീതിന്യായ രംഗത്ത് പ്രശസ്തരായ 2 ന്യായാധിപന്മാരാണ് ഈ കേസ് കേൾക്കുന്നത്. ജസ്റ്റിസ് വി വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറും. 2 പേരും വളരെ പ്രശസ്തരാണ്. നീതിബോധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, നിഷ്പക്ഷതയുടെ കാര്യത്തിലാണെങ്കിലും ശരി. അവർ സംശയത്തിന് അതീതരായി നിൽക്കുന്ന ജഡ്ജിമാരാണ് എന്ന് പറയുന്നതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് കോടതി പൊതുസമൂഹം അറിയാൻ 1-2 നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതിൽ പ്രധാനമായിട്ട് കോടതി പറഞ്ഞ ഒരു കാര്യം, തിടുക്കത്തിൽ കുറ്റപത്രം നൽകിയാൽ അത് വിചാരണയെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കുകയും ചെയ്യും എന്നാണ് കോടതി അതിന് പറഞ്ഞ ഒരു ന്യായീകരണം, അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം. അപ്പോൾ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കുറ്റപത്രം വൈകി എന്നുള്ളത് കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ രക്ഷപ്പെടാൻ കഴിയും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് എന്നാണ് കോടതിയുടെ നിരീക്ഷണങ്ങളിൽ ഒന്ന്. മറ്റൊരു സുപ്രധാനമായ ഒരു കോടതിയുടെ ഒരു നിരീക്ഷണം, ശാസ്ത്രീയ വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് സ്വർണം എത്ര ക്യാരറ്റിൻ്റെയാണ് പൂശിയിരുന്നത്, എത്ര കിലോ സ്വർണ്ണമാണ് അവിടുന്ന് നഷ്ടപ്പെട്ടത്, എന്നാണ് നഷ്ടപ്പെട്ടത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്, ആരാണ് വാങ്ങിച്ചത്, ഇതിലെല്ലാം ഉപരി വളരെ ആൻറ്റിക് വാല്യൂസുള്ള അവിടുത്തെ വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, കട്ടളപ്പാളി ഇളക്കിക്കൊണ്ട് പോയപ്പോൾ അതിൻ്റെ പിന്നിലെ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടായിരുന്നോ? ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, അന്വേഷിക്കാനുണ്ട് എന്നാണ് കോടതി പറയുന്ന ഒരു കാര്യം. എനിക്ക് കോടതിയുടെ നിരീക്ഷണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം, 1998 മുതലുള്ള കണ്ണികൾ കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞാൽ ഈ കേസ് അന്വേഷണം കുറച്ചു കാലത്തേക്ക് പിന്നിലേക്ക് പോവുകയാണ്. നമ്മൾ കരുതുന്നത് പോലെ, സാധാരണ ജനങ്ങൾ കരുതുന്നത് പോലെ 2017-18 ഒന്നുമല്ല. 1998 മുതലുള്ള കണ്ണികൾ കൂട്ടിച്ചേർക്കണം എന്ന് പറയുമ്പോൾ കോടതി വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയെ അന്വേഷിക്കുന്നത്. എൻ്റെ ഒരു വിശ്വാസം, ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കോടതി നടത്തുന്ന അന്വേഷണം ഇതിനു മുമ്പ് നടന്ന കുറ്റവാളികളെ അടക്കം കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് അല്ലെങ്കിൽ എനിക്കിഷ്ടം. കാരണം ശബരിമല കൊള്ളയെക്കുറിച്ച് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ഭക്തജനങ്ങൾ നൽകുന്ന വഴിപാടുകളും കാണിക്കയുമൊക്കെ നിർദാക്ഷിണ്യം കൊള്ളയടിക്കുന്ന ഒരു തിരുട്ട് ഗ്രാമമായി ശബരിമല ക്ഷേത്രസന്നിധി മാറി എന്നത് നിസ്സാരമായൊരു കാര്യമല്ല. അതിനെ അങ്ങനെ നമുക്ക് വെറുതെ വിടുവാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ശരി, കോടതി ഇക്കാര്യത്തിൽ നടത്തിയ ചില നിരീക്ഷണങ്ങൾ നമുക്ക് പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വക നൽകുന്നതാണ്. മറ്റൊരു കാര്യം, കോടതി എടുത്തു പറഞ്ഞൊരു കാര്യം, ജനങ്ങൾ ആശങ്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, SITയിൽ സർക്കാരിന് നിയന്ത്രണമുണ്ടോ, സർക്കാരിന് SITയെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ളത്. അപ്പോൾ ആ SITയെ സർക്കാരിന് സ്വാധീനിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഹൈക്കോടതി ഒരു കാര്യം വ്യക്തമാക്കി, ഈ അന്വേഷണ റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ കോടതിക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിലും കേരള ഗവൺമെൻറ്റിന് SITയെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് കോടതി ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നടന്നത്, ഈ ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ, മോഷ്ടിച്ചാൽ അത്
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ആ നഷ്ടം ഈടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റായ രാജീവ് ചന്ദ്രശേഖരൻ നൽകിയിരുന്നു. കോടതി അത് വളരെ ഗൗരവപൂർവ്വം പരിഗണിച്ചു എന്ന് മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം അറിയാനായിട്ട് ഗവൺമെൻറ്റിലേക്ക് അയച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു നല്ല ഒരു മൂവ്മെൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുക, ആ കൊള്ള മുതൽ ഉപയോഗിച്ച് കേസ് നടത്തുക, അവസാനം തലയൂരി പോരുക, ബാക്കിയുള്ള കാശ് കൊണ്ട് സുഖമായി ശിഷ്ടകാലം ജീവിക്കുക. ഇത്തരം ഒരു കലാപരിപാടി നടത്താൻ ഈ കേസിലെ ഒരു പ്രതിയെയും അനുവദിക്കരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ശബരിമല എന്ന് പറയുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല. അത്രമാത്രം പണമാണ് ഇവിടെ കുവിഞ്ഞുകൂടുന്നത്. മകരവിളക്ക് കാലത്ത് നേരത്തെ മുറികളൊക്കെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ ബിനാമികളെ വെച്ച് ബുക്ക് ചെയ്യുക, അവസാനം അവരത് മറിച്ചു കൊടുക്കുക. ഒരു ദിവസത്തെ വാടക 2 ലക്ഷം രൂപ വരെ വാടക വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ വിജിലൻസിലിരുന്ന ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജനഭൂമി ചാനലിൽ തന്നെ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ശബരിമല അടുത്ത സമയത്ത് ഈ കേസ് അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ ആടിയ ശിഷ്ടം നെയ് വിറ്റതിലെ ക്രമക്കേട് മാത്രം 36.5 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് ഒരു കീഴ്ശാന്തി സുനിൽകുമാർ പോറ്റി നടത്തിയത്. നിസ്സാരമായൊരു കാര്യമാണ്. ആടിയ ശിഷ്ടം നെയ്യ് എന്ന് പറയുമ്പോൾ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ ഒഴിച്ച നെയ്യ് ഒരു ചെറിയ ഒരു കവറിലാക്കി കൊടുക്കുന്നതാണ്. അതിന് മാത്രം തിരിമറി നടത്തിയിരിക്കുന്നത് 36.50 ലക്ഷമാണ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം, എത്ര വലിയ വരുമാനമാണ് ശബരിമലയിൽ തൊട്ട ആളുകൾക്കൊക്കെ കിട്ടുന്നത്. ശബരിമല പല ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണഖനിയാണ്. ശബരിമലയിലെ ശാന്തിയായി നിയമനം കിട്ടണമെങ്കിൽ ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് കൈക്കൂലി കൊടുക്കണം. ശബരിമലയിൽ സാധനങ്ങൾ വാങ്ങിക്കുന്ന പർച്ചേസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഉദ്യോഗസ്ഥന്മാർക്കും ഇത്ര പെർസെൻറ്റേജ് ദേവസ്വം ബോർഡ് മെമ്പർമാർക്കുമാണ്. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ ഒരു സംഭവം എന്നെ ഞെട്ടിച്ചതാണ്. പുതുതായി ദേവസ്വം ബോർഡ് മെമ്പറായി വന്ന ഒരാൾ ശബരിമല സീസൺ തുടങ്ങുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം മെമ്പറായിട്ട് വന്നത്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ഒരു ദേവസ്വം ജീവനക്കാരൻ ചെല്ലുന്നു. അയാൾ ഒരു പെട്ടി മേശപ്പുറത്ത് വെച്ചിട്ട് പുറത്തേക്ക് പോയി. എന്തായി പെട്ടിക്കകത്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇത് 1 കോടി രൂപയുണ്ട്. എന്തിനെനിക്ക് 1 കോടി രൂപ തന്നത് എന്ന് ഈ പുതിയ മെമ്പർ ചോദിച്ചാൽ പറഞ്ഞു, അത് ഇവിടുത്തെ ഒരു രീതിയാണ് സാർ, ഇതിപ്പോൾ സാർ താമസിച്ച് വന്നു എന്നുള്ളത് കൊണ്ടാണ് അതായത്. അടുത്ത പ്രാവശ്യത്തെ ശബരിമല സീസൺ വരുമ്പോൾ ഇതിനേക്കാൾ വലിയ പെട്ടി താങ്കൾക്ക് കിട്ടും, അല്ലെ അങ്ങേക്ക് കിട്ടും എന്ന് ഉദ്യോഗസ്ഥന് ഉറപ്പ് കൊടുത്ത് പോയതിനെക്കുറിച്ച് ഒരു ദേവസ്വം ബോർഡ് മെമ്പർ തന്നെ സുഹൃത്തിനോട് പറഞ്ഞായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വിളിച്ച് പറയുകയുണ്ടായി. ഇത് ദേവസ്വം ബോർഡ് കോളേജിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. ദേവസ്വം ബോർഡ് എങ്ങനെ ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിക്കുന്നു എന്നുള്ളത് ജോലി ചെയ്യുകയൊന്നും വേണ്ട, ശബരിമലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരെ നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ ശബരിമലയിലെ പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ, ശബരിമലയിലെ ദേവസ്വം എഞ്ചിനീയർമാർ അല്ലെങ്കിൽ മരാമത്ത് വിഭാഗം കൊള്ളയടിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ പണിയുടെ കാര്യത്തിലായാലും ശരി, ഏത് കാര്യത്തിലായാലും കൊള്ളയാണ്, ഭയങ്കര പകൽ കൊള്ളയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയതിനെക്കുറിച്ച് ജനങ്ങൾ ആശങ്കപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഈ SITയുടെ അന്വേഷണം എത്ര നിഷ്പക്ഷമാണ് എന്ന് പറയുമ്പോഴും ജനങ്ങളുടെ മനസ്സിൽ സംശയം തോന്നുന്ന 1-2 കാര്യങ്ങളുള്ളത് പറയാതെ പോകുന്നത് ശരിയല്ല. ഒന്ന്, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വളരെ രഹസ്യമായി ചോദ്യം ചെയ്യാൻ SIT സ്വീകരിച്ച ഒരു സമീപനം സംശയത്തിനിട നൽകിയിട്ടുണ്ട്. അവിടുത്തെ തന്ത്രിയെയും മുൻ ദേവസ്വം പ്രസിഡന്റിനെയും അതുപോലെ തന്നെ മെമ്പർമാരെയും ഒക്കെ പരസ്യമായി ചോദ്യം ചെയ്തപ്പോൾ എന്തിനാണ് ഇത്ര വലിയൊരു രഹസ്യത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തത് എന്ന് സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നെനിക്ക് മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ SITയുടെ ഭാഗത്തുണ്ടായ വലിയ ഒരു അപരാധമോ വീഴ്ചയാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ വന്ന കാലതാമസം. ശ്രീ ശങ്കർദാസ് ദേവസ്വം ബോർഡ് മെമ്പറാണ്. ശ്രീ വിജയകുമാറിനൊപ്പം ശ്രീ A. പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡിലെ മെമ്പറായിരുന്നു. ആ കാലഘട്ടത്തിലെ അഴിമതിയാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പക്ഷാഘാതം വന്ന് കിടപ്പിലാണ് എന്ന ഒരു പ്രചരണം നടത്തുക, അതുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകൾ പ്രചരിപ്പിക്കുക, എന്നിട്ട് പിന്നീടുള്ള ഒരു അന്വേഷണത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് അതിനെക്കുറിച്ച് അന്ന് അന്വേഷിച്ചില്ല. അപ്പോൾ SIT അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞാൽ
SITയിലെ ഉദ്യോഗസ്ഥന്മാർ വിശുദ്ധന്മാരാണ് എന്ന് കണ്ണുമടച്ച് ജനങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിലല്പം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇത്തരം ചില കാര്യങ്ങൾ, ഇത്തരം ചില വീഴ്ചകൾ കൃത്യമായി ഈ കേസിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും ശരി, ഒരു കാര്യം സ്വാഭാവികമായി മലയാളികൾക്ക് തോന്നുന്ന ഒരു കാര്യം, SITക്ക് ആദ്യമുണ്ടായിരുന്ന ഒരു ആവേശം ഇപ്പോഴ് ഉള്ളതായി തോന്നുന്നില്ല എന്നുള്ളതാണ്. അതെന്തുമാകട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരം ഒരു ഉറപ്പ് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകിയപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയല്ലാതെ മറ്റ് മാർഗമൊന്നുമില്ല. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് അടുത്ത കാലഘട്ടത്തിലായി വല്ലാതെ കോട്ടം തട്ടിയിട്ടുണ്ട് എന്ന് പറയാതെ പോകുന്നത് ശരിയല്ല. വ്യക്തിപരമായി എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്, നായർ സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കേസ്. ആ കേസ് 63 പ്രാവശ്യമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് ന്യായീകരണം പറയുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെ 63 പ്രാവശ്യം മാറ്റിവെച്ച ഒരു നീതിന്യായ സംവിധാനത്തെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നു എന്ന് പച്ചക്കള്ളം പറയാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു വാസ്തവം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കോടതിയുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ മാത്രം പരിശോധിച്ചാൽ പൊതുസമൂഹം കോടതിയെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കമൻറ്റുകൾ ഒഴിവാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ കമൻ്റ് എഴുതിയവരെ ശിക്ഷിച്ചത് കൊണ്ടോ ഒന്നും വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിയില്ല. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാർ വളരെ ബോധപൂർവ്വം ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഇത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. ആളുകൾ ധൈര്യപൂർവ്വം പ്രതികരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ പ്രതികരിക്കുന്നവരെ മുഴുവൻ കോടതി അലക്ഷ്യത്തിന് ജയിലിലടച്ച് വിശ്വാസ്യത നേടിയെടുക്കാനും നമുക്ക് കഴിയില്ല എന്നതൊരു പച്ചയായ പരമാർത്ഥമാണ്. ഇതൊക്കെ കോടതി വളരെ ഗൗരവത്തോടെ പരിഗണിക്കണം എന്നാണ് ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, ശബരിമല കേസ് അനന്തമായി നീളാതെ ഇതിൻ്റെ ഒരു സമയപരിധി നിശ്ചയിക്കാനും കുറ്റവാളികളെ കഴിയുന്നത്ര വേഗത്തിൽ നീതിപീഠത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുവാനും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുവാനും കഴിഞ്ഞില്ലെങ്കിൽ ഇത് കേരളത്തിലെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ, നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ദുരന്ത കഥയായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.